ഹലോ കൂട്ടുകാരെ, പുതു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഈ റെസിപ്പിയുടെ പേരാണ് അവിൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയറും ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 10 പഴം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. കടല, അണ്ടിപ്പരിപ്പ്, പഞ്ചസാര, അവിയൽ, പാൽ, ബൂസ്റ്റ്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞാൻ പഴം മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് വെക്കാം. ഞാനിവിടെ 3 ടീസ്പൂണിന്റെ അത് വലിയ ടീസ്പൂണിലാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിലും തോന എടുക്കാവുന്നതാണ്. ഈ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇടുന്നു. ഇത് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. വേണ്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം തണുപ്പിക്കാൻ വേണ്ടി. നമ്മൾ തയ്യാറാക്കിയ ജ്യൂസ് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. അത് തണുത്ത് വരുമ്പോഴേക്കും അതിനാവശ്യമായ മറ്റു ചേരുവകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്യാസ് സ്റ്റൗ കത്തിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അവിൽ ഇട്ട് കൊടുക്കാം. ഗ്യാസ് സ്റ്റവ് കുറച്ച് വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ഒന്ന് കളർ മാറുന്നതിന് വരെ. ഇതൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ ഇത് സെർവ് ചെയ്ത് കൊടുക്കാം. ഇതേ പാനിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇതൊന്ന് കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. കളർ മാറി വന്നിട്ടുണ്ട്. ഇത് അതേ പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇനി കടല നമുക്ക് വറുത്തെടുക്കാം. ഇതൊന്ന് കളർ മാറുന്നത് വരെ നമുക്ക് നിറക്കാം. ഇതൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. ഇനി അവിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിൽ മിൽക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അടിച്ച് പിന്നെ കുറച്ചുകൂടി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വീണ്ടും കുറച്ച്
വറുത്ത് വെച്ച അവിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വറുത്ത കടലയും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റുകൾ വന്നാലും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അവിൽ മിൽക്ക്. ഇനി നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാവാം. നല്ല രുചി ഉണ്ടാവും ഇതിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് റെഡി. ഇനിയും നല്ല വിഭവങ്ങളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരേക്കും ബൈ.